ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതാണ് ഞങ്ങളുടെ പാത്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം എത്ര മാസമായിട്ടുണ്ടാകും? പാത്തു എത്രയായി ഇവിടെ വന്നിട്ട്? അല്ല പാത്തു ഞങ്ങളാരും കൈവച്ച കുഴപ്പമില്ല, പക്ഷെ ഇവൻ കൈവച്ച് കഴിഞ്ഞാൽ അവളുകൾ കയറി പിടിക്കും. എന്താ കാട്ടി പാത്തു? എന്താ കാട്ടി? കച്ച? അയ്യോ, പാത്തു ഭയങ്കര കളി അവനായിട്ട്. കച്ചോ? ഇങ്ങനെ പാത്തുവിനെ ഇങ്ങനെ ഇങ്ങനെ ആക്ക്, ഇങ്ങനെ അവൻ പോയി. പാത്തോ തുന്തിരി പാത്തോ, സുന്ദരി പാത്താണ്. പാത്തുവിനിപ്പോൾ ചെറിയ കളിയൊക്കെ ഉണ്ട്. പാത്തുവിൻ്റെ അടുത്ത് തുപ്പ് തുപ്പുണ്ട്. പാത്തു കാലുമേ. പാത്തുവിന് ഞങ്ങൾ എന്ത് ഫുഡാ കൊടുക്കുന്നേ, പാത്തുവിന് എന്തൊക്കെ കൊടുക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് ഇവൾക്ക് കൊടുക്കുന്നത്, ഇവൾക്ക് എന്തോ കടിച്ചോ, എൻ്റെ കുട്ടീനെ കടിച്ചു. പാത്തു കടിച്ചു ഗൈസ്. വെറുതെ ഇവൾക്ക് കൊടുക്കണ ഫുഡ് എന്ന് പറയണത് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കഴിക്കണ ഫുഡുകളും പിന്നെ ഇവളൊരു ക്യാറ്റ് ഫുഡുമാണ് ഇവൾക്ക് കൊടുക്കുന്നത്. ഇപ്പം മെയിനായിട്ട് രാവിലെ എന്താണോ കടി ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ദോശ അല്ലെങ്കിൽ പൂരിയോ അങ്ങനെ എന്താണെങ്കിലും, എന്ത് കടിയാണെങ്കിലും അവൾ കഴിക്കും കേട്ടോ. ഉപ്പുമാവ് കഴിക്കില്ല. അപ്പോൾ രാവിലെ അങ്ങനെ കഴിക്കും. പിന്നെ അതിന് മുന്നേ കടി കൊടുക്കുന്നതിന് മുന്നേ ഇവൾക്ക് പാല് കൊടുക്കും. കുറച്ച് പാല് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് അത് വെച്ച് കൊടുക്കും. അപ്പോൾ അത് ഫുള്ള് കഴിക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ കടി കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തലേദിവസത്തെ മീൻ കറിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അതിൻ്റെ മീൻ കറിയിലത്തെ മീൻ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചിക്കൻ അങ്ങനെയൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ വെള്ള ക്യാറ്റ് ഫുഡ് കൊടുക്കും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞൊരു 1 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ അടുത്ത ഫുഡ് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ വെള്ളം ആണ് കൊടുക്കുക കേട്ടോ. വെള്ളം മാത്രമേ പിന്നെ അങ്ങനെ കുടിക്കുള്ളൂ. പിന്നെ ഇവിടെ പുറത്ത് പോയി, ഇപ്പോൾ പുറത്ത് പോകാനൊക്കെ തുടങ്ങി. പുറത്ത് പോയിട്ട് കുറേ നേരം കാണാണ്ടൊക്കെ ആവാറുണ്ട്. എങ്ങണ്ടാ പോണെന്ന് അറിയില്ല. മറ്റേത് പുറത്തേക്കേ ഇറങ്ങിയിരുന്നില്ല. വേറൊരു പൂച്ചനെ കാണുമ്പോഴത്തേനും ഓടി ഇങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ കൂടെ പോയി കമ്പനിയൊക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട, അവനക്കൊരു ഏറ് കിട്ടി. അപ്പോൾ അവളിങ്ങോട്ട് പോണു. അവിടെ ഇരിക്കേ ഇരുന്നേ പാത്തു, ഇരിക്കേ. അവിടെ എന്തോ കണ്ടിട്ടുണ്ട് ആള്. ഇങ്ങോട്ട് വാ, ഇരിക്കേ. അവിടെ ഇരിക്കേ. ഗുഡ് ഗേൾ. അപ്പൊ പറഞ്ഞാലൊക്കെ ഇപ്പൊ കുറേശ്ശെ കേക്കൊക്കെ കേട്ടോ. കുറേശ്ശെ കേക്കുള്ളൂ, മൂഡിനനുസരിച്ചിരിക്കൂലേ നമ്മുടെ കേക്കില്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 10 മണിക്ക് കഴിഞ്ഞ് പിന്നെ വെള്ളം മാത്രം കൊടുക്കുക. പിന്നെ പുറത്തു പോയിട്ട് എന്തെങ്കിലും നമ്മൾ മീൻ്റെ വേസ്റ്റോ കാര്യങ്ങളോ മീൻ്റെ മണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് വരും. പിന്നെ അത് കൂടാണ്ട് ഒരു 1 മണി 1:15 ആയിക്കഴിഞ്ഞാൽ അവൾക്ക് ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കും. അത് ചോറാണ് കൊടുക്കുക കേട്ടോ. മീൻ കറി കൂട്ടിയിട്ട് ചോറ് കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 മണിക്ക് പിന്നെ അവൾക്ക് അങ്ങനെ കഴിക്കണമെന്നില്ല. പിന്നെ രാത്രി അവൾ കഴിക്കുള്ളൂ. രാത്രി അവൾക്ക് ക്യാറ്റ് ഫുഡാണ്. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ക്യാറ്റ് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ അവൾക്ക് മീനോ എന്താ ഇവിടെ ഉള്ളത്, ഞങ്ങൾ എന്താ കഴിക്കുന്നത്, അതേപോലെ മീനും ചിക്കനത്തെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും. നന്നായിട്ട് രോമം കൊഴിയുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് കൊഴിയുന്നുണ്ട്. പാത്തു അണ്ട് ഇവളുള്ളപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ പറ്റാറില്ല.
അങ്ങനെ അവളെ രോമം കൊഴിയണോണ്ട് ഭയങ്കരമായിട്ട് പറക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഞങ്ങളടുത്ത് ഇങ്ങനെ ഇട്ടിരുന്നു, ഇപ്പം ഒന്നും ഇട്ടാറില്ല. കാരണം നന്നായിട്ട് പറക്കുന്നുണ്ട് അവളുടെ രോമം. ഇങ്ങോട്ട് വാ, അവളിങ്ങോട്ട് വരട്ടെ. പാത്തുവാ വാ. ആ പാത്തു വന്നേ. ഇങ്ങോട്ട് വാ വാ, ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ പാത്തു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്നാ എന്നാ ഇങ്ങോട്ട് വാടി. പിണങ്ങിയാ? എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ മാന്തി കളിക്കും. ഇപ്പോൾ സ്റ്റെപ്പ് കയറി മേലക്കൊക്കെ പോയി ആള് വലിയ ആളായി അല്ലേ? മേലക്കൊക്കെ പോവും അല്ലേ മോളെ? ഞാൻ എന്താ എപ്പോഴും ക്യാമറ എടുത്ത് വരുന്നതെന്നാണ് അവള് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ രാത്രിക്കത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് എന്താണോ കഴിക്കുന്നത്, മീൻകറിയാണോ അതിൻ്റെ മീനും കൂട്ടിയിട്ട് കുറച്ച് ചോറ് കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര മടിയൊക്കെ ഉണ്ട് ചോറ് കഴിക്കാൻ. പക്ഷെ വേറെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾ കഴിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ പാത്തുവിന് കൊടുക്കുന്നത്. ക്യാറ്റ് ഫുഡ് ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വരുമ്പോൾ ആള് നല്ല മെലിഞ്ഞ് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു വന്ന അവസരമൊക്കെ അവൾക്ക് കൊടുത്തതിൻ്റെ പാലും ക്യാറ്റ് ഫുഡും മാത്രം കൊടുത്തിരുന്നുള്ളൂ. 3 നേരം പാല് കൊടുക്കും, ഉച്ചക്കും രാവിലെയും രാത്രിയും പാൽ തന്നെ കൊടുത്തിരുന്നത്. പാല് നമ്മൾ വാങ്ങുന്ന പാലാണ്, പക്ഷെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിരുന്നത്. നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒന്ന് ആരോടും അന്വേഷിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെയാണ് കൊടുത്തിരുന്നത് കേട്ടോ അവൾക്ക്. ഞങ്ങൾ വീട്ടിലില്ലാത്ത ദിവസമാണെന്ന് വെച്ചെങ്കിൽ പാത്ത് ഭയങ്കര കരച്ചിലുകൊണ്ട് കരച്ചിലുണ്ടാവും കേട്ടോ. പക്ഷെ എല്ലാവരും ഉണ്ടെങ്കിൽ അവൾ ഭയങ്കര സൈലൻ്റ് ആണ്. ഇങ്ങനെ കളിച്ചിട്ടും ഇതൊക്കെ ആക്കിയിട്ട് നടക്കും. ഇരിക്കേ, അവിടെ ഇരുന്നേ, ഇരിക്കടാ, ഇരിക്കേ. ഗുഡ് ഗേൾ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. പാത്തു വന്ന സമയത്തും ഇപ്പോഴും ഭയങ്കര തടിച്ചിട്ടുണ്ട് കേട്ടോ ആള്. ഭയങ്കര തടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നത് ഇത്ര ഫുഡ്സാണ് കൊടുക്കുന്നത് കേട്ടോ. പാത്തുവിൻ്റെ ഓരോ കളികളാണ്. ഇനി പാത്തു കളിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഇവൾക്ക് കൂടൊന്നുമില്ല. കാരണം ഇവള് ആദ്യമൊക്കെ വന്ന സമയത്ത് അകത്ത് ഷിറ്റിട്ടായിരുന്നു. ഇപ്പൊക്കെ നല്ല കുട്ടിയാണ്, നല്ല മോളാണ് കേട്ടോ. ഷിറ്റിടാൻ മുട്ടി കഴിഞ്ഞ് പുറത്ത് പോയിട്ട് കാര്യം സാധിപ്പിച്ചിട്ടാണ് ആള് അകത്തേക്ക് വരിക. തന്നെ പുറത്ത് പോയിക്കോളും. ഇപ്പൊ ഇവിടെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് വിരിച്ചിട്ടുണ്ട്, മാറ്റ്. ഇതാണ് ഇവള് കിടക്കുക. ഭയങ്കരമായിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പാത്തുവിന്റെ കിടക്കണ സ്ഥലം. അവള് സമയം കഴിഞ്ഞ് അവിടെ വന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളും. നല്ല മോളായിട്ട് കേട്ടോ. ഇപ്പൊ അവളെ കാര്യങ്ങളൊക്കെ പുറത്തു പോയി കഴിച്ചിട്ടാണ് അവള് വരിക. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ കൂടൊന്നും പിന്നെ വാങ്ങിയില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ പാത്തുവിന്റെ വിശേഷങ്ങൾ. ഈ ക്യാറ്റ് ഫുഡാണ് കേട്ടോ പാത്തുവിന് കൊടുക്കുന്നത്. അപ്പോൾ പാത്തുവിന് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പാത്തുവിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഏത് വീഡിയോ വേണമെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.